ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചനാധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകൻ? ഇതിൻ്റെ അടുത്ത അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ ആദ്യത്തെ പ്രവാചകൻ എന്ന നിലയിൽ ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. യൂദാ 14-15 വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവപുരുഷനായ നോഹ തൻ്റെ സന്തതികളുടെ ഭാവി പ്രവചിച്ചതായി ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം കാണുന്നു. അബ്രഹാമും ഒരു പ്രവാചകൻ ആയിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി വിശദീകരണമുണ്ട്. മോശ വിശിഷ്ട പദവികളുള്ള ഒരു പ്രവാചകനായിരുന്നു. ബൈബിൾ പലയിടത്തും ഈ മോശയെപ്പോലൊരു പ്രവാചകൻ എന്നൊരു പരാമർശം നമുക്ക് കാണാം. ഇസ്രയേലിൻ്റെ ഒരു ശ്രേഷ്ഠ പ്രവാചകനായിരുന്നു. അവരെ മരുഭൂമിയിൽ കൂടി വഴി നടത്തിയ, അവരുടെ മരുഭൂപ്രയാണ യാത്രയിൽ അവർക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ പ്രവാചകനായിരുന്നു. അവരുടെ നവോത്ഥാനത്തിൻ്റെ, കനാൻ നാട്ടിലേക്കുള്ള പ്രവേശനത്തിനോടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള വലിയ പ്രവാചകനായിരുന്നു നോഹ. പിന്നീട് നമ്മൾ നിരവധി പ്രവാചകന്മാരെ പിന്നീട് കാണുവാൻ കഴിയും. ന്യായാധിപന്മാരുടെ കാലത്ത് നിരവധി പ്രവാചകന്മാരുണ്ടായിരുന്നു. പിന്നെ ബൈബിൾ ഇസ്രായേലിൽ വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി പ്രവാചകന്മാർ കടന്നു വന്നു. അതിൽ കുറച്ച് പേര് വലിയ പ്രവാചകന്മാരുണ്ട്. അവസാനം മലാഖിയുടെയൊക്കെ ആ ഒരു സമയമായപ്പോൾ ചെറിയ പ്രവാചകന്മാരുടെ നീണ്ട ലിസ്റ്റ് കാണാം. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രവാചകന്മാർ ബൈബിളിലെ പ്രവചനത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ തന്നെ നിരവധിയുണ്ട്. അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു വലിയ ശ്രേണി തന്നെ ശമൂവേലിൻ്റെ കാലം മുതൽ മലാഖി വരെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് ഒരു പ്രവാചക ശ്രേണി നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് പ്രവചനത്തിൻ്റെ ഉറവിടം? പ്രവചനത്തിൻ്റെ പ്രഭവസ്ഥാനം ദൈവം തന്നെയാണ്. യഹോവ അരുളി ചെയ്യുന്നു എന്ന ആമുഖത്തോടെയാണ് പ്രവാചകൻ സന്ദേശത്തിൻ്റെ ആമുഖം കുറിക്കുന്നത്. യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള ഒരു ആമുഖത്തോടു കൂടിയായിരിക്കണം ഏതൊരു പ്രവാചകനും തൻ്റെ പ്രവചനം ആരംഭിക്കേണ്ടത്. ഇരമ്യാ പ്രവാചകൻ്റെ ഒക്കെ പറയും, 1-ാം അധ്യായത്തിൽ പറഞ്ഞു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്ന് പറഞ്ഞാണ് പ്രവാചകന്മാരെല്ലാം തുടങ്ങുന്നത്. താൻ പറയുവാൻ പോകുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായ ബോധം പ്രവാചനം ഉണ്ടായിരിക്കണം. ദൈവാത്മാവ് കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യത്തെപ്പറ്റി പ്രവാചകന് കൃത്യമായ ബോധം ഉണ്ടാകണം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം തോന്നും. എന്ന് പറഞ്ഞാൽ ഈ ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ദൈവാത്മാവ് ഒരിക്കലും മനുഷ്യനെ ബാധിക്കുകയില്ല. ഇത് അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് പെട്ടെന്ന് അവിടെ പിടികിട്ടി കാണത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണ നിയന്ത്രണം മറ്റൊരാൾ ഏറ്റെടുക്കുക എന്ന. ഇപ്പം ഭൂതം ബാധിച്ചവരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് ഒരു സ്വയമായിട്ടൊരു ചിന്താശേഷി കാണത്തില്ല, സ്വയം നിയന്ത്രണമില്ല, സ്വയം നിയന്ത്രണം നഷ്ടപ്പെടും. എന്നിട്ട് അവർ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ അവൻ ചെയ്യുന്ന യാതൊരു കാര്യത്തിലും അവനൊരു ഉത്തരവാദിത്വമില്ല. അവൻ സ്വയമല്ലല്ലോ അത് ചെയ്യുന്നത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് മനുഷ്യനെ അങ്ങനെ ബാധിക്കുകയല്ല. ദൈവം പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബാധിക്കപ്പെട്ടാൽ ഇച്ഛാശക്തി നഷ്ടപ്പെടും. പക്ഷേ അഭിഷേകം ചെയ്യപ്പെട്ടാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ ഇച്ഛാശക്തിയും നഷ്ടപ്പെടുകയില്ല. അവൻ്റെ ആ ഒരു ഇച്ഛാശക്തിയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ അഭിഷേകം ചെയ്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നതെല്ലാം സ്വന്തം നാവ് കൊണ്ടായിരിക്കും. പറയുന്ന കാര്യത്തെപ്പറ്റി ഒരു നല്ല ഗ്രാഹ്യം, തത്സമയ റിപ്പോർട്ടിംഗ് അല്ല അവിടെ നടക്കുന്നത്. പ്രവാചകൻ ആദ്യം കാര്യം ഗ്രഹിക്കും, അതിനുശേഷം ഞാൻ തൊട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പെട്ടെന്ന് പ്രവാചകൻ്റെ നാവ് അങ്ങ് ഏറ്റെടുത്ത് ദൈവം പ്രവാചകൻ്റെ നാവിൽ കൂടെ അങ്ങ് സംസാരിക്കുകയല്ല. പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നു, ആദ്യം റിസീവ് ചെയ്യുന്നു, അതിനുശേഷം പ്രവാചകൻ അത് ജനത്തിന് നൽകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവചനത്തിൽ നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രവചനം പ്രവചിക്കുമ്പോൾ ശരീരത്തിൻ്റെ നിയന്ത്രണം ഒരിക്കലും ദൈവാത്മാവ് ഏറ്റെടുക്കുകയില്ല. ഇത് നമുക്ക് തെളിവ് ധാരാളമുണ്ട്. ഇത് കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു വിടുകയല്ല. ദൈവപുരുഷനായ മോശയോട് ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. പുറപ്പാട് ദിവസം 7-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ നിന്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. പുറപ്പാട് ദിവസം 4:2, ആകയാൽ നീ ചെല്ലുക,
ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. അപ്പം മോശയോട് പറയുന്നത്, നീ അങ്ങോട്ട് ചെല്ല്, നീ അവിടെ സംസാരിക്കേണ്ട എന്നാണ്, ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരുന്ന് നിന്നോട് ആദ്യം ഞാൻ ഉപദേശിച്ചു തരും. അപ്പം ദൈവം മോശയ്ക്ക് ആദ്യം ഉപദേശിച്ച് കൊടുക്കും. ഈ ഉപദേശിച്ച് കൊടുക്കുന്നത് എന്താണോ അതാണ് മോശ പറയേണ്ടത്. ദൈവം തൻ്റെ വചനത്തെ പ്രവാചകനിലൂടെ ജനത്തിന് നൽകുന്നു. പഴയ നിയമത്തിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇരമയാവുമായിട്ടുള്ള ദൈവിക ഇടപെടൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇരമയോട് പറയുന്നു, പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായി തന്നുവിരിക്കുന്നു. ഇരമയാവ് 1:9. അപ്പം ആദ്യം പ്രവാചകന് വചനങ്ങളെ നൽകുന്നു, പറയേണ്ട കാര്യങ്ങൾ. അതിനുശേഷം പ്രവാചകനത് പറയുന്നു. പഞ്ചഗ്രന്ഥങ്ങളിൽ യഹോവ അരുളി ചെയ്യുന്നു എന്ന പദമോ സമാനമായ പദങ്ങളോ 500-ലേറെ തവണ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ 500-ലേറെ തവണ യഹോവയെ അരുളി ചെയ്യുന്ന എന്ന പദമോ അതിനോട് സമാനമായ പദങ്ങളോ കാണുവാൻ കഴിയും. പിന്നീടുള്ള ചരിത്ര പുസ്തകങ്ങളിലും കാവ്യ ഗ്രന്ഥങ്ങളിലുമായി 300-ലേറെ തവണ, പ്രവചന ഗ്രന്ഥങ്ങളിൽ 1200-ലേറെ തവണയും ഇതേ പ്രയോഗങ്ങൾ കാണുവാൻ കഴിയും. പ്രവചനത്തിന് ആധികാരികത ലഭിക്കുന്നത് ദൈവം അതിന് അംഗീകാരം നൽകുമ്പോഴാണ്. മനസ്സിലായോ? പ്രവചനത്തിന് ആധികാരികത ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവിടെ പതിയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദൈവം അരുളി ചെയ്യുന്ന കാര്യം പൂർണ്ണബോധത്തോടെ പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനോട് നമുക്ക് ഒരു കാര്യം നമ്മോട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ന്യായമായ വിശദീകരണം ചോദിക്കാം. ആ പ്രവാചകന് ദൈവം എന്നെ ബാധിച്ചു, ദൈവം അന്നേരം പറഞ്ഞതാ, ദൈവത്തോട് ചോദിച്ചോ, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകൻ പറയേണ്ടത്. അല്ലെങ്കിൽ ആ പ്രവാചകൻ പ്രവചിച്ച കാര്യത്തെപ്പറ്റി ന്യായമായ അറിവില്ലെങ്കിൽ ആ പ്രവാചകനെ പറഞ്ഞത് ദൈവാത്മാവിലല്ല ദുരാത്മാവിലാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അതുകൊണ്ട് ന്യായമായ ഏത് ചോദ്യങ്ങൾക്കും പ്രവാചകൻ മറുപടി കൊടുക്കുവാൻ, വിശദീകരണം കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. കാരണം ഒരിക്കലും പ്രവാചകൻ്റെ ആത്മനിയന്ത്രണം, ശരീര നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയില്ല. ഈ മനസ്സിൽ തോന്നുന്ന എന്തും ദൈവീയ വെളിപ്പാട് എന്ന നിലയിൽ പറയുവാൻ പ്രവാചകന് അനുവാദമില്ല. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണോ എന്നോ നാക്കുപിഴ വന്നതാണെന്നോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഒഴിഞ്ഞു മാറുവാനും സാധ്യമല്ല. കേവലം ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണോ, ഒരു നാക്കുപിഴ വന്നതാണോ ഒന്നും പറഞ്ഞ് പ്രവാചകൻ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അതിനെല്ലാം വിശദീകരണം കൊടുക്കുവാൻ ഏതൊരു പ്രവാചകനും ബാധ്യതയുണ്ട്. ഭയത്തോടു കൂടെ മാത്രമേ ന്യായപ്രമാണം കള്ളപ്രവാചകന്മാർക്ക് നൽകുന്ന ശിക്ഷയെപ്പറ്റി നമുക്ക് വായിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി ആ വാക്യം നമ്മൾ വായിക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 6, 8-11. നമ്മൾ ആ വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായി നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചു. നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിന്റെ മധ്യയിൽ നിന്ന് ദോഷം നീക്കണം. നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർബിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിന്റെ കയ്യും പിന്നെ സർവ്വജനത്തിൻ്റെ കയ്യും അവൻ്റെ മേൽ ചെല്ലണം. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റുവാൻ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ആ വാക്യങ്ങൾ വിശദമായി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കള്ളപ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിലെ ശിക്ഷ. ന്യായപ്രമാണത്തിലെ കഠിനമായ ശിക്ഷാ നിയമങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ എത്ര പ്രവാചകന്മാർക്ക് ജീവനം ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഏതായാലും ന്യായപ്രമാണത്തിൽ അതികഠിനം. ഇത് കൃപായുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ് എന്നതുകൊണ്ട്, തത്സമയ ശിക്ഷയില്ലാത്തത് കൊണ്ട് നമ്മുടെ പല പ്രവാചകന്മാരും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ പ്രവാചകന്മാരൊക്കെ നിമിത്തം ഒത്തിരി പേരെ നിത്യനാശത്തിലേക്ക് പോകുന്നുണ്ട് എന്നൊരു വസ്തുതയായതുകൊണ്ട് ദൈവജനം ഈ വിഷയത്തെപ്പറ്റി ന്യായമായ അറിവുള്ളവരായിരിക്കണം. കഴിവതും ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ നമ്മൾ വഴി നടക്കുന്ന കൈനോട്ടം, നമ്മൾ ലോകത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ നമ്മൾ കൈനോട്ടക്കാരുടെ പോകുമായിരുന്നു.
അതേ ലാഘവത്തോടെ ഒരു പ്രവാചകൻ്റെ അടുക്കൽ പോയി ഭാവി അറിയുവാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ ഭാവിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള ഒരു ബോധത്തിൽ വേണം നാം ജീവിക്കാൻ എന്ന് പറഞ്ഞ് ഈ പ്രവചന ശുശ്രൂഷ കുറച്ച് കാണരുത്. അതിശ്രേഷ്ഠ വരമെന്ന നിലയിലാണ് പ്രവചന ശുശ്രൂഷയെ ദൈവവചനമായ വിശുദ്ധ ബൈബിൾ വിശദീകരിക്കുന്നത്. പുതിയ നിയമത്തിൽ ശ്രേഷ്ഠവരമായിട്ട് തന്നെയാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.